സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലീവുള്ള സ്ഥലം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നു. ഞാൻ എണീറ്റിട്ടേ ഉള്ളൂ. എനിക്ക് 7 മണി 7:20 നാൽപ്പതൊക്കെ ആകുമ്പോൾ എണീറ്റു. ഹസ്ബൻഡിനെ ഫോൺ ചെയ്തു. പിന്നെ ഇങ്ങനെ കിടക്കുക. എണീക്കാൻ പോകുന്നത് പറ്റില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എങ്ങോട്ടും പോകാത്തതിനുകൊണ്ട് ഭയങ്കര ലാവിഷായിട്ടൊരു കൂളായിട്ടാട്ടോ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ എണീറ്റ് വന്ന് എൻ്റെ പണികളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾ രണ്ടും സൺഡേ ആയതുകൊണ്ട് നേരത്തെ എണീറ്റു. അല്ലാത്ത ദിവസം ഒരു നേരത്തെ എണീക്കില്ല കേട്ടോ. പക്ഷെ ഇന്ന് സൺഡേ ആയതിനെക്കൊണ്ട് നേരത്തെ എണീറ്റ് കാർട്ടൂൺ കാണാൻ പോയി. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെച്ചു. പിന്നെ ഇന്നലെ രാത്രി മഴ ചെയ്തപ്പോൾ ജനലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. കുറേ ട്രൗസറൊക്കെ ചിക്കിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റിയിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പല്ല് തേക്കാൻ പോയപ്പോഴാണ് കണ്ടത് ഒരു പുതിയ 2 ക്രോക്സ് ഉണ്ട് ചളിയിൽ കുളിച്ച് കിടക്കണം. അപ്പോൾ അതും കഴുകണം, പല്ലും തേക്കണം, അടിച്ചു വാരണം. അങ്ങനത്തെ ചില്ലറ പണികളേ ഉള്ളൂ. അടുക്കള പണിയൊക്കെ പിന്നെ അമ്മ ഉണ്ടായതുകൊണ്ട് അമ്മയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോ ചെരുപ്പൊന്ന് ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്ത്. അടിഭാഗത്തുള്ള ചളിയൊന്നും പോകില്ല കേട്ടോ. അത്രയും ചളിയാണ്. ചളിയിലിങ്ങനെ വെച്ച് തേക്കൂലേ, അങ്ങനെ അത്രയും വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു. ഞാൻ കഴിഞ്ഞിട്ട് അടിച്ചു വരാൻ പോയി. എൻ്റെ ക്യാമറേൻ്റെ ആംഗിൾ നോക്കണം നിങ്ങൾ കണ്ടോ. പക്ഷെ ഞാനൊരു പൊട്ടത്തരം ചെയ്തു. കാരണം ഒറ്റ ആംഗിളിൽ വെച്ച് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. ആ ഫോൺ വെച്ചത് ഞാൻ മറന്നു തന്നെ പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് അയക്കടാ ഫോൺ അവിടെ ഉണ്ടല്ലോ എന്നുള്ള ഓർമ്മ ഉണ്ടായത്. അങ്ങനെ പിന്നെ ഞാൻ ആ ആംഗിൾ മാറ്റാൻ ശ്രമിച്ചില്ല. ഒരു ആംഗിളിൽ വെച്ചിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കുത്തപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി ചായ ഉണ്ടാക്കി കുത്തപ്പം ചായയും കുടിച്ചു. അത് കഴിഞ്ഞ് സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. പൊരിഞ്ഞ വെയിൽ കൊള്ളുകയാണ്. എന്തിനാണെന്നറിയില്ല. അവിടെ ഇങ്ങനെ വെറുതെ വന്നിരിക്കും. എന്നിട്ട് ഈ പൊരിഞ്ഞ വെയിൽ, രാവിലത്തെ പൊരിഞ്ഞ വെയിൽ ഇങ്ങനെ കൊള്ളും. എന്നിട്ട് ചൂട് ചായ ഇങ്ങനെ കുടിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പറയും പുകഞ്ഞിട്ട് വയ്യ എന്നുള്ളത്. അതൊരു ഹരമാണ്. അത് കഴിഞ്ഞ് ഞാൻ പൊടിയൊക്കെ ഒന്ന് തട്ടി റൂമൊക്കെ ഒന്ന് നന്നാക്കാണ്ടിരുന്നു. റൂമല്ല എല്ലായിടത്തും നന്നാക്കാണ്ടിരുന്നു കേട്ടോ. നല്ല പൊടിയാണ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. പിന്നെ ഈ സ്പീക്കറിൻ്റെ സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ വയറിങ്ങനെ നീളം കൊണ്ട് ഇതെങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് സെറ്റാവില്ല. ഇങ്ങനെ വയറിങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തികേട് പോലെ. ഞാൻ അടിയിൽ കൂടെയൊക്കെ ഇട്ട് നോക്കി. പക്ഷെ അങ്ങോട്ട് റെഡി അങ്ങോട്ട് സെറ്റായി വരുന്നേ ഇല്ല. അപ്പോൾ ഞാൻ ഒഴിവാക്കിയിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് അകത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടോ. അപ്പോൾ ഇത്രയും പിന്നെ അമ്മ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പാർട്സ് ആയിരുന്നു, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ മക്കളെയും കുളിപ്പിച്ചു. നല്ല എണ്ണയൊക്കെ തേച്ച് കുളിക്കണ ദിവസമാണ്. അങ്ങനെ കഴിഞ്ഞ് പിന്നെ അലക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഡെയിലി ഉള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ. ഡെയിലി ഇല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് അലക്കുക. അപ്പോൾ കുറേ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് മടക്കി ഓരോരുത്തരുടെ ഓരോ ഭാഗത്താക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. മക്കളതും എൻ്റെതൊക്കെ ഞങ്ങൾ റൂമിൽ തന്നെ ഒരു കൊട്ടയിൽ അങ്ങനെ ഇട്ട് വയ്ക്കുക. ബെഡ്ഷീറ്റ് അച്ഛൻ്റെ അമ്മേൻ്റെ ഡ്രസ്സ് അച്ഛമ്മേൻ്റെത് അതൊക്കെ വേറെ ഇട്ട് വയ്ക്കുക. അങ്ങനെ ഓരോ കുറുമ്പ് എന്തൊക്കെയോ കച്ചറകൾ പറയുകയാണ് എൻ്റെ അടുത്ത് വന്നുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു 2-3 കിളികളെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു 3-4 പ്രാവ് പോലത്തെ ഒരു പക്ഷീൻ്റെ ഒരു സാധനം. അപ്പോൾ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചെക്കാണ്ട് ചുമരിൽ ഞങ്ങളെ റൂമിലിങ്ങനെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ വീഡിയോ 2:30 ആകുമ്പോൾ ഫ്രണ്ട് വിളിച്ചിട്ട് ഓളെ ഇന്ന് കാണാൻ ചെല്ലേ. വെറുതെ ഞങ്ങൾ 3 ആളും കൂടെ കൂടിയിട്ട് കുറേ കാലമായി. അപ്പോൾ വിചാരിച്ചു വെറുതെ പോയി കണ്ട് വർത്തമാനം പറയാമെന്ന്. 3 മണിയൊക്കെ ആകുമ്പോൾ 2:30 ആയിട്ട് പോയിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന 5 മണിക്ക് കേട്ടോ. കുറേ നേരം അവിടെ ഇരുന്ന് കത്തിയൊക്കെ വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഉണ്ട് വിളിക്കുന്നു, ഉണ്ണിയപ്പം ഉണ്ടാക്കണ്ടേന്ന് ചോദിച്ചിട്ട്. ഉണ്ണിയപ്പത്തിന് മാവൊക്കെ കൂട്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഉണ്ണിയപ്പത്തിൻ്റെതൊക്കെ സെറ്റാക്കി. ഓയിലില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു 2-3 ട്രിപ്പ് മാത്രമേ ചുറ്റുള്ളൂ കേട്ടോ. അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല, കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കിയല്ലേ അതുകൊണ്ട്. അപ്പോൾ മധുരം കുറച്ച് കുറഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ചില്ലറ പണി, അതായത് ഇങ്ങനെ അലക്കിയതെടുത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പരിപാടി കേട്ടോ. വീഡിയോസൊക്കെ എൻ്റെ ഫ്രണ്ട്സ് കാണുന്നുണ്ട് കേട്ടോ. എന്നോട് പറയുന്നുണ്ട് കാണുന്നുണ്ടെന്ന്. എന്താ പറയുന്നത്? എൻ്റെ അമ്മേൻ്റെ വീഡിയോ കേട്ടോ. ഒരാൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ പറയുമ്പോ കുറയ്ക്കുക. പക്ഷെ എന്തായാലും ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും. അപ്പം അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നൊരു മദേഴ്സ് ഡേ ആണോ എന്നുള്ളത് ഞാൻ വൈകുന്നേരമാണ് കേട്ടോ അറിയണത്. അപ്പോൾ